12 p.m. എൻ്റെ ക്ലാസ്സിൽ നിന്നാണ് 10ാം ക്ലാസ്സിൽ നിന്നാണ് എന്നെ പ്രധാന അധ്യാപകനായിട്ട് തിരഞ്ഞെടുത്തത്. ഈ പ്രധാന അധ്യാപകനെന്ന് കേട്ടപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എങ്ങനെ ഇനി ഇതിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കും, ഒരുപാട് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നോബൽ സാറൊക്കെ കൂടെ ഉള്ള കാരണം പിന്നെ അത്ര ഭാരമുള്ള പരിപാടിയൊന്നും ഉണ്ടായില്ലാത്ത കാരണം HM എന്ന പദവി പൂർണ്ണമായി എനിക്ക് നിർവഹിക്കാൻ സാധിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ആൻഡ്രൂസ് ഇന്ന് 1ാം ക്ലാസ്സിലെ പിള്ളേരെ പഠിപ്പിച്ച് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ടീച്ചറായിട്ട്. ഞാൻ ടീച്ചർമാർ പറയണ കേട്ട് ഞാൻ സ്റ്റുഡൻസ് ഒടുക്കത്തെ വയലൻ്റ് ആവും, വയലൻ്റ് അല്ല, ഒരു നാഷണൽ ബിഹേവിയർ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് എൻ്റെ എക്സ്പീരിയൻസ് ചെയ്യുന്ന പിള്ളേർ ഡീസൻ്റ് ആയിരുന്നു. ഞാൻ വീഡിയോ കാണിച്ചാണ് പിള്ളേരെ പഠിപ്പിച്ചത്. പിള്ളേർ വീഡിയോയിൽ ഇൻട്രസ്റ്റ് ഒരു ഫുൾ ഓൺ ഇൻവോൾവ്മെൻറ്റിലായിരുന്നു പിള്ളേർക്ക്. ഞങ്ങൾ കാർട്ടൂൺ വീഡിയോ ആണ് കാണിച്ചത്. പഠിപ്പിച്ച ഒബീഡിയൻസിനെ പറ്റിയായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവുകയും ചെയ്തു. വീഡിയോ ആയതുകൊണ്ട് പിള്ളേർക്ക് പെട്ടെന്ന് തലയിൽ കയറുകയും ചെയ്തു. ഞാൻ 3ാം ക്ലാസ്സിലാണ് പഠിപ്പിക്കാൻ പോയത്. പിള്ളേർ ഞാനായിട്ട് ഒരുപാട് സഹകരിച്ചു. ഇതിൽ പഠിപ്പിക്കാൻ പോയപ്പോഴാണ് ടീച്ചേഴ്സിൻ്റെ എഫോർട്ട് ശരിക്കും മനസ്സിലായത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും നന്നായിട്ട് ക്ലാസ് എടുക്കുന്നത്. പിള്ളേരൊക്കെ നല്ല സപ്പോർട്ടീവായിരുന്നു. ഞാൻ 4ാം ക്ലാസ്സിലാണ് എടുത്തത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല സന്തോഷമായി. പിന്നെ ടീച്ചർ എത്ര കഷ്ടപ്പാടാണ്, എനിക്ക് തൊണ്ടയൊക്കെ എടുക്കുന്നുണ്ട്. എത്ര കഷ്ടപ്പെട്ട് അവർ പഠിപ്പിക്കണേന്നും ഇതൊക്കെ എനിക്ക് മനസ്സിലായി. പിന്നെ ഞങ്ങൾ ചെറുതായിട്ട് ടാബ്ലൊക്കെ ചെയ്ത് അങ്ങനെ പിള്ളേരെ സന്തോഷിപ്പിച്ച് ഗെയിമൊക്കെ കളിപ്പിച്ചു. അവർക്ക് സന്തോഷമാവാൻ വേണ്ടി ഞങ്ങൾ മിഠായും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നൽകി. ടൈമാണ് ഞാനൊരു ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ തന്നെ മനസ്സിലായി ടീച്ചേഴ്സ്മാർ എന്തോരം എഫേർട്ട് ഇടുന്നുണ്ടെന്ന്. ഒരു ക്ലാസ് എടുക്കാന്ന് പറയുമ്പോൾ അത്രത്തോളം അവർ പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കും വരാം. അപ്പോൾ എനിക്ക് ക്ലാസ് എടുക്കാൻ മുന്നിപ്പോൾ ക്ലാസ് എടുത്തപ്പോൾ അത്ര സന്തോഷമായിരുന്നു. ഞാൻ പഠിപ്പിച്ചപ്പോൾ എല്ലാ പിള്ളേരും മര്യാദക്കൊക്കെ ഇരുന്ന് ഞാൻ ചോദ്യം ചോദിച്ചപ്പോൾ എല്ലാവരും ഇങ്ങനെ ഡാൻസൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. 5ാം ക്ലാസ്സാണ്, വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ വിചാരിക്കും അധ്യാപനം എന്ന് പറയുന്നത് വളരെ എളുപ്പമാണെന്ന്. പക്ഷെ അത് ഒരിക്കലും ഒരു എളുപ്പമായിട്ടുള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നിയില്ല. 5ാം ക്ലാസ്സിൽ പോയത് പിള്ളേർ അടിപൊളിയായിരുന്നു, ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അധ്യാപകരുടെ വിഷമം ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അവരെന്തോരം കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ പഠിപ്പിക്കണമെന്നും. അപ്പം ഞാൻ 7ാം ക്ലാസ്സിൽ ക്ലാസ് എടുത്ത കുട്ടികൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല. എന്നാലും ചെറിയ ഒച്ചിനെങ്കിലും മിണ്ടാട്ടൊക്കെ വന്നപ്പോഴേക്കും അനുസരിച്ചു. പിന്നെ ഞങ്ങൾ സ്കിറ്റ് ആക്കി അവരെല്ലാവരും തന്നെ പങ്കാളിത്തം ഉണ്ടാക്കി. നല്ല ക്ലാസ് ആയിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഫസ്റ്റ് ടൈമാണ് ഒരു ക്ലാസ്സിൽ ആദ്യമായിട്ട് ഫുൾ ടൈം പഠിപ്പിക്കാനായിട്ട് ഒരു അവസരം കിട്ടിയത്. പിന്നെ 10ാം ക്ലാസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് പേടി ഉണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാ കാര്യങ്ങളും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴായാലും ഇപ്പോൾ ടെക്സ്റ്റ് വായിക്കാൻ പറഞ്ഞാൽ അവർ ഇൻവോൾവ് ചെയ്തു. പിന്നെ ക്ലാസ്സിൽ ഡിബേറ്റ് നടത്തി. അതിനും ബോയ്സും ഗേൾസും ഇൻവോൾവ് ചെയ്തു. നല്ലോണം ക്ലാസ് എടുക്കാനായിട്ട് പറ്റി. 11:45 a.m. അനിത്യ ടീച്ചറും അലഞ്ചേട്ടനുമാണ്. അവർ ഞങ്ങൾക്ക് വളരെ മനോഹരമായാണ് ക്ലാസ് എടുക്കുന്നത്. ശാസ്ത്രത്തിന്റെ സഹായത്തോടെയാണ് അവർ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. ഞങ്ങളുടെ ടീച്ചർ എടുക്കുന്നത് പോലെയാണ് അവർ ഞങ്ങൾക്ക് എടുത്തു തന്നത്. അനിത്യ ടീച്ചറിനും അലൻ സാറിനും വളരെ ഉദാഹരണങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നു. പിന്നെ പല ഉദാഹരണങ്ങളെ പറ്റി നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യണമെന്നൊക്കെ വളരെ മനോഹരമായിട്ട് അവർ ക്ലാസ് എടുത്തു തന്നു. വളരെ നന്നായിരുന്നു. എല്ലാം പെട്ടെന്ന് തന്നെ മനസ്സിലാവാൻ സാധിച്ചു. എല്ലാം ഒരൊറ്റ ക്ലാസ്സിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞു തന്നു. നല്ല ക്ലാസ്സാണ്. ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾക്ക് മറക്കാനാവാത്തൊരു ദിവസമാണ്. ഇന്ന് ഞങ്ങളുടെ ക്ലാസ് മാറ്റി തന്ന മാർട്ടിന ചേച്ചിയും സ്റ്റെഫിൻ സാറിനും ഞങ്ങൾ ഇന്ന് ക്ലാസ്സിൻ്റെ അവർ പങ്കെടുത്തു. ഇന്നത്തെ ഓരോ സെൻറ്റൻസും ഞങ്ങൾക്ക് ഉദാഹരണങ്ങൾ പറഞ്ഞു തന്ന ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും വളരെ നന്ദി. ഞങ്ങളുടെ ക്ലാസ് മനോഹരമായ തിരുസഭയെ പറ്റി പറഞ്ഞു തന്ന അലീന ടീച്ചറെ സ്നേഹത്തോടെ ഓർക്കുന്നു. ടീച്ചർ പറഞ്ഞു തന്നതെല്ലാം ഞങ്ങൾക്ക് വളരെ മനസ്സിലായി. ടീച്ചറിൻ്റെ പ്രാധാന്യത്തിലും ടീച്ചർക്ക് ഒത്തിരിയേറെ നന്മകളും പ്രാർത്ഥനകളും എല്ലാം പറയുന്നതിനെ പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു മനസ്സിലാക്കി തന്നു. പിന്നെ നമുക്ക്
ചാപ്റ്ററൊക്കെ വായിച്ചു ഓരോരുത്തരും ആദ്യമൊക്കെ പറഞ്ഞു. നന്നായിട്ട് പഠിച്ചിട്ടാണ് ക്ലാസ് എടുത്തത്. എനിക്കെല്ലാം മനസ്സിലായി, ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തു. വാക്കുകൾ പോരാ പോരാ നാഥ നിന്നെ ആരാധിക്കാം. വാക്കുകൾ പോരാ പോരാ നാഥ നിന്നെ ആരാധിക്കാം. ഭാഷകൾ പോരാ പോരാ രാജാവിനെ ആരാധിക്കാം. ഭാഷകൾ പോരാ പോരാ രാജാവിനെ ആരാധിക്കാം. യേശുവേ നിന്നെ കാണുവാൻ എൻ്റെ കണ്ണുകൾ പോരാ. യേശുവേ നിന്നെ കേൾക്കുവാൻ എൻ്റെ കാതുകൾ പോരാ. പാടിയിടുമേ മനമേ മനമേ വാഴ്ത്തിയിടുവാൻ ഉണരൂ.